ഞാനിത് പറയാനുള്ള കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചില ആളുകൾ എടുക്കുന്ന നിലപാട് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഹമാസിനെയും ഇസ്രായേലിനെയും തമ്മിൽ, അല്ലെങ്കിൽ പാലസ്തീനെയും ഇസ്രായേലിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഹമാസ് അയച്ച 5000 റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന അതേ മനുഷ്യർ തന്നെ ഇപ്പോ ഇന്ത്യയിലെ 26 പേരുടെ ജീവനെടുത്ത, 25 ഇന്ത്യക്കാരുടെയും ഒരു നേപ്പാളിയുടെയും ജീവനെടുത്ത ഒരു വലിയ കൂട്ടക്കുരുതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ, അതും ഒരു സിവിലിയന്റെ രക്തം പോലും ചിന്താതെ തിരിച്ചടിക്കുമ്പോൾ യുദ്ധം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ആഗ്രഹിക്കേണ്ടതും എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് കാണുന്നതിനകത്ത് എനിക്കൊരു അസ്വസ്ഥതയുണ്ട്. കാരണം ഈ സമയത്ത് നമ്മൾ ആരും യുദ്ധത്തിനോടൊപ്പമല്ല, പക്ഷെ സൈന്യത്തോടൊപ്പമാണ്. കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷിതാവസ്ഥയെ അനുനിമിഷം ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ചില താല്പര്യങ്ങളുടെ, സങ്കുചിതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള ആശയപ്രചരണങ്ങളിൽ ആരും വീണുപോകരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.